ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് മീനു എന്നാണ്. ഞാൻ വന്നിരിക്കുന്നത് മീഷോ ഹോളായിട്ടാണ് കേട്ടോ. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം, മീഷോ എന്ന് പറയുന്നത് ഒരു നമ്പർ 1 ബെസ്റ്റ് സെല്ലിംഗ് ആപ്പാണ്. അത് നമുക്ക് ഡ്രസ്സുകളായാലും പ്രൊഡക്റ്റുകളായാലും കുറഞ്ഞ വിലക്കുറവിലും നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പം ഞാനും അതിൽ നിന്ന് കുറച്ച് ടോപ്പുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് 2-3 പ്രാവശ്യം യൂസ് ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ ഉണ്ട് ഞാൻ പറയണത് നിങ്ങളോട്. അപ്പം ഞാനത് കാണിച്ചു തരാം. ഫസ്റ്റത്തെ ടോപ്പ് ഈ ഒരു ക്യൂട്ട് ടീഷർട്ടാണ്, ക്രോപ്പ് ടോപ്പാണ്. 2 പാണ്ടകൾ തമ്മിലുള്ള പ്രിന്റുള്ള ഒരു ടോപ്പാണ്ടത്. ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ 228 രൂപയായിരുന്നു. ഇപ്പം ഇതിൻ്റെ പ്രൈസ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പം ഇത് ഈ ഒരു ടോപ്പാണ്. ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ട്. കോട്ടൺ ആണ് ഇതിൻ്റെ ഫാബ്രിക് വന്നതാണ്. കുഴപ്പമില്ല, നല്ലൊരു ക്രോപ്പ് ടോപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ 2-3 തവണ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ക്വാളിറ്റി ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം രണ്ടാമതായിട്ട് ഇത് ഈ ഒരു പർപ്പിൾ കളർ ഒരു ടോപ്പാണ് കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ഒരു ടോപ്പുകളിൽ പെട്ട ഒരു ടോപ്പാണ്. ഇതിൻ്റെ നെക്ക് വന്നിട്ട് സ്ക്വയർ നെക്കാണ്. ഒരു ഡാർക്ക് കളർ പർപ്പിൾ കളറാണ് കേട്ടോ ഇത്. ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റത്ത് ഇവിടെ സ്ലീവ് ഒരു പഫ്നെസ് പോലെയൊക്കെ ഉണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചിരുന്നത് XL സൈസാണ് കേട്ടോ. ഞാൻ ഒട്ടുമിക്കതും XL സൈസാണ് എടുത്തിരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ട് ടോപ്പാണ്. ഞാനിത് കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വാഷ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല. ക്രേപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത്. അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് 254 രൂപയാണ്. നല്ലൊരു ഭംഗിയുള്ളൊരു നല്ലൊരു അടിപൊളി അഫോർഡബിൾ ആയിട്ട് കിട്ടാൻ പറ്റിയ ഒരു ടോപ്പാണ് കേട്ടോ ഇത്. അടുത്തതായിട്ട് ഇത് ഈ ഒരു പർപ്പിൾ കളർ ഒരു ക്യൂട്ട് ടോപ്പാണ്, ഒരു ക്രോപ്പ് ടോപ്പാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 152 രൂപയാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ. ഇത് ഞാൻ എടുത്തിരുന്ന സൈസ് XL ആണ്. നന്നായിട്ട് ഇത് വലിയ കേട്ടോ ഈ ടോപ്പ്. ഫസ്റ്റ് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ടോപ്പ് കണ്ടപ്പോൾ ടൈറ്റ് ആകുമെന്ന്. പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ട് വലിയണ ഒരു ടോപ്പാണ് ഇത്. ക്വാളിറ്റി വൈസും കുഴപ്പമില്ല. ഞാനിത് 2-3 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. 152 രൂപയ്ക്ക് ഇത് അഫോർഡബിൾ ആയിട്ടൊരു ടോപ്പാണ് കേട്ടോ. അടുത്ത ടോപ്പ് ഈ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ടോപ്പാണ്. അതിൻ്റെ പ്രിന്റ് ഭയങ്കര ഭംഗിയുണ്ടോ കാണാനായിട്ട്. ഒരു ബ്ലാക്കും വൈറ്റിലും വരുന്നൊരു നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് ഉണ്ടത്. ഇതിൻ്റെ സ്ലീവിലും ഒരു ചെറിയ രീതിയിൽ പഫ്നെസ് പോലെ ഉണ്ട്. നല്ല കഴുത്താണ്ടോ ഇത്. ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു കഴുത്താണ്. കഴുത്തൊക്കെ കുഴപ്പമില്ല, നല്ല സൂപ്പറാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 195 രൂപയാണ്. 195 രൂപയ്ക്ക് ഇത് നല്ല വർത്താണ്ടോ. അത് നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടാൻ പറ്റിയ ഒരു അടിപൊളി ടോപ്പാണ്. ഇതിൻ്റെ ക്വാളിറ്റി സൂപ്പറാണ്. ഞാനിത് കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് ഒരു ഫേവറേറ്റ് ആയ ഒരു ടോപ്പിൽ പെട്ടത് ടോപ്പാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട്. ഇത് ഇട്ട് കണ്ടാലും കുഴപ്പമില്ല, നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ്. അടുത്തത് ഞാൻ ഇട്ടിട്ട് നശിപ്പിച്ച് അതിൻ്റെ പരിപ്പിളക്കിയൊരു ടോപ്പാണിത്. എൻ്റെ ഫേവറേറ്റ് ടോപ്പാണിത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 262 രൂപയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയിട്ടൊരു ടോപ്പാണ് ഇത്. കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. യൂസ് ചെയ്തിട്ട് ഒരേപോലെ ഉള്ളൂ, വാഷ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ടോപ്പാണ് അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കളറ് നല്ല ഭംഗിയുണ്ട്. നല്ലൊരു ഡാർക്ക് കളർ, ഒരു കാപ്പി കളറാണ്. എല്ലാ സ്കിൻ ടോണും എല്ലാവർക്കും ഇത് മാച്ച് ആയിട്ടുള്ള ഒരു ടോപ്പുണ്ട് അത്. ഇത് മസ്റ്റ് ഹാവ് ആണ്. ഇതിൻ്റെ പ്രൈസും കുറവാണ്. അതേപോലെ തന്നെ ഫുൾ സ്ലീവ് ആണ് വന്നിട്ട്. ഇതിൻ്റെ വേറൊരു ഷെയ്ഡും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. കൂടുതലും ഞാൻ ഈ ഒരു കളറാണ് യൂസ് ചെയ്തിട്ട് ഇട്ടിട്ട് നശിപ്പിച്ചത്. രണ്ടും പക്ഷേ ഇട്ടാലും ഇത്രയും ക്വാളിറ്റി സൂപ്പറാണ്. എന്തോരം പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്, എന്നാലും ക്വാളിറ്റി ഇതുവരെ പോയിട്ടില്ല. അത് മഴക്കാലത്ത് ഇടാനായിട്ട് ഭയങ്കര യൂസ് ആണ്. ഇത് വേഗം തന്നെ ഇങ്ങനെ കാണിച്ചാൽ അപ്പം തന്നെ ഉണങ്ങിക്കോളും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോപ്പാണ്. ഇത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോപ്പാണ്. കുറേ പ്രാവശ്യം ഇട്ടിട്ട് നശിപ്പിച്ചൊരു ടോപ്പാണിത്. അടുത്ത ടോപ്പ് ഈ ഒരു ക്രോപ്പ് ടോപ്പാണ്. അത് നല്ല ഭംഗിയുള്ളൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഇതിൻ്റെ ഒരു ഓറഞ്ച് കളറാണ് ഇതിൻ്റെ കളർ വന്നിട്ട്. ഇതിൻ്റെ അടിഭാഗം ഇതിങ്ങനെ ഒരു വെട്ട് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പിക്ക് കാണിച്ചു തരാം. ഇതിന് കോളറൊക്കെ ഉള്ള ഒരു ടോപ്പാണ്. നല്ലൊരു കളറാണ് കേട്ടോ. എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു കളറാണ്. ഇത് ഞാനത് യൂസ് ചെയ്യുന്നത് സ്കേർട്ടിൻ്റെ ഒപ്പമാണ് കേട്ടോ. ജീൻസ് സ്കേർട്ടിൻ്റെ ഒപ്പമാണ് ഞാനിത് യൂസ് ചെയ്യാറ്. നല്ലൊരു അടിപൊളി ടോപ്പാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 433 രൂപയാണ്. ഞാൻ എടുത്ത സൈസ് ലാർജ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ടോപ്പുണ്ടോ ഇത്. അടുത്ത് വരുന്നത് ഈ ഒരു ഡാർക്ക് മെറൂൺ കളർ പോൾക്കാഡോട്ട് ടോപ്പാണ് കേട്ടോ. ഇതും നല്ലൊരു അടിപൊളി ടോപ്പാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 201 രൂപയാണ്. കുഴപ്പമൊന്നുമില്ല, ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല, ഇതിങ്ങനെയാണ്. അപ്പം ഇതിൻ്റെ കഴുത്ത് വന്നിട്ട് ഇതിങ്ങനെ ഒരു വീനെക്കാണ്, നല്ലൊരു ഇറങ്ങിയിട്ടുള്ള വീനെക്കാണ്. ഞാനതൊരു ഇന്നറായിട്ട് ഒരു ബ്ലാക്ക് കളർ ഇന്നറായിട്ടാണ് കേട്ടോ പെയർ ചെയ്യുന്നത്. നല്ല അടിപൊളി ടോപ്പാണ് കേട്ടോ. അതെനിക്കിഷ്ടമായി, കുഴപ്പമില്ല.
അടുത്ത ടോപ്പ് നല്ലൊരു ബ്യൂട്ടിഫുൾ ടോപ്പാണ്. ഇതൊരു അനിമൽ പ്രിന്റ് ആയിട്ടുള്ളൊരു ടോപ്പാണ്. ഇതും ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ട് നശിപ്പിച്ച ഒരു ടോപ്പാണ്. എന്നിട്ടും ഇതിൻ്റെ ക്വാളിറ്റി കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതും നമുക്ക് മഴക്കാലത്ത് നന്നായിട്ട് യൂസ് ചെയ്യാം. ഒന്ന് അലക്കി ഇങ്ങനെ കാണിച്ചാൽ അപ്പം തന്നെ ഉണങ്ങിക്കോളും. നല്ലൊരു ബ്യൂട്ടിഫുൾ ടോപ്പാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 284 രൂപയാണ്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് മീഷോയിൽ നിന്ന്. നമ്മൾ മീഷോയിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ റിവ്യൂ അനുസരിച്ച് വാങ്ങിച്ചാൽ മതി കേട്ടോ, റേറ്റിംഗ് അനുസരിച്ച് വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ കിട്ടും. റിവ്യൂ നോക്കാണ്ടൊക്കെ പോയി വാങ്ങിച്ചു കഴിഞ്ഞാലാണ് ക്വാളിറ്റി ഒക്കെ കുറച്ച് കുറഞ്ഞു പോകുന്നത്. ഞാൻ റിവ്യൂ അനുസരിച്ചാണ് കേട്ടോ കൂടുതൽ പ്രൊഡക്റ്റ് വാങ്ങാറ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ മീഷോയിൽ നിന്ന് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. എന്നാലാണ് ഞാൻ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. ബൈ.